കാക്കനാടിൻ്റെ അടുത്ത് വീട് നോക്കുന്നവരാണോ നിങ്ങൾ? ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാറി പള്ളിക്കരയിൽ ഒരു മനോഹരമായിട്ടുള്ള വീട്. 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 3ഓളം വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീട്ടിൽ KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ലഭ്യമാണ്. കണ്ടംപററി ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വലിയോറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് ഡിസൈനും. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോർ ടു സീലിംഗ് വിൻഡോ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. വീടിന്റെ മുന്നിലായി കാണുന്ന 5 മീറ്റർ വിട്ടുള്ള ടാർ റോഡാണ്. വീടിന്റെ മതിലിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ LED ലൈറ്റും ഇവിടെ സ്ക്വയർ ട്യൂബിന്റെ ഒരു ഡിസൈനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഗേറ്റ് വരുന്നത്. ഗേറ്റ് സ്ലൈഡിങ്ങിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റ് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പോവാം. ഗേറ്റ് തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മോഡേൺ ഡിസൈനിലുള്ള ജനലും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല വലിപ്പമുള്ള ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ഗ്രേ കളർ പെയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. ഇടയിലായി സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോബിൾ സ്റ്റോൺസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോർ ടു സീലിംഗ് വിൻഡോ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. വീടിന്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഫുൾ ബോഡി ടൈൽ ഉപയോഗിച്ചിട്ടാണ്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇത്. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായി നല്ല മനോഹരമായി പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റപ്പാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. കട്ടളകൾക്ക് ആഞ്ഞിലിയാണ് നൽകിയിരിക്കുന്നത്. ഡോർ വരുന്നത് മഹാഗണിയിലാണ്. ഇതാണ് ലിവിംഗ് സ്പേസ്. ലിവിംഗ് സ്പേസിൽ നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ വെട്രിഫൈഡ് ടൈലാണ്. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു മോഡേൺ ഡിസൈനിലുള്ള ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 വാളുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ പാനലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ ലൂവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ലെഡ്ജ്, താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. മുകളിലായി ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയറും നൽകിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായി പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാൾ ആർട്ട്, ഇവിടെ പാർട്ടീഷൻ വാളും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നാണ് സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലെ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലും ഗ്ലാസ്സിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായി CCTV നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന അടുത്തായി തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ വാനിറ്റി കൗണ്ടർ, താഴെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ഒരു വാഷ് ബേസിന് ഇവിടെ ഒരു ടാപ്പ്, നല്ല മനോഹരമായിട്ടുള്ള ഒരു LED മിറർ നൽകിയിരിക്കുന്നു. ഇവിടെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്.
സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാൾ ആർട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ബോർഡർ വർക്കും നൽകിയിട്ടുണ്ട്. മുകളിലായി പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ക്രോക്കറി ഷെൽഫ്, ഇവിടെ നിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തും ക്രോക്കറി ഷെൽഫും നിഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് പോകാം. ഇതാണ് കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെ മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിലാണ്. താഴെയായി ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സിങ്കും നൽകിയിട്ടുണ്ട്. താഴ്ചലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട കാർ പോർച്ചിൽ നിന്ന് കണ്ട ആ മോഡേൺ ഡിസൈനിലുള്ള ജനലും നൽകിയിരിക്കുന്നു. ഇവിടെയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ ഗ്ലോസി ഫിനിഷും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ മിറർ, ഇവിടെ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും, ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഒരു വാളിലുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ ഗ്ലോസി ഫിനിഷ് നൽകിയിരിക്കുന്നു. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇവിടെയാണ് ബാത്റൂം. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിന്റെ ഈ ഭാഗത്തായി നല്ല വലിപ്പമുള്ള ഒരു UPVC വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാൾ ആർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പാർട്ടീഷൻ വാള് സ്ക്വയർ ട്യൂബും വുഡും ഉപയോഗിച്ചിട്ടാണ് പാർട്ടീഷൻ വാള് നൽകിയിരിക്കുന്നത്. ഇവിടെ വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ്. ഈ ഭാഗത്തായി 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ്. പാനലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ലൂവർ ഡിസൈൻ, മുകളിലായി ലെഡ്സ്, താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു വാൾ ആർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ബാത്റൂം. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് വാഷിംഗ് മെഷീന്റെ പോയിന്റ്. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ലിവിംഗ് സ്പേസിന്റെ മുകൾ ഭാഗമാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ആ ഷാൻഡിയർ നൽകിയിട്ടിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസിലുമാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിന്റെ ഒരു ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ട്യൂബാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ മോഡേൺ ഡിസൈനിലുള്ള ജനൽ നൽകിയിരിക്കുന്നു. മുകളിലായി ലൂവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വളരെ അടുത്തായി പള്ളിക്കരയിൽ 5.4 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റോഡിലേക്കുള്ള ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. ഈ വീടിന്റെ വില വയ്ക്കുന്നത് 1,05,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.